എൻ്റെ പേര് ആസ്മി കെ ഫിലിപ്പ്. ഞാൻ കോട്ടയം ജില്ലയിൽ മാഞ്ഞൂർ സൗത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് 2023 ഫെബ്രുവരി 8-ാം തീയതിയാണ്. എനിക്ക് ഉടമ്പടിയിൽ കിട്ടിയ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ പപ്പായ്ക്ക് 15 വർഷത്തോളമായിട്ട് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ട് തലകറക്കം ഉണ്ടായിരുന്നു. അപ്പോൾ പല ആശുപത്രി കാണിച്ചു, പക്ഷെ അവരൊക്കെ പറഞ്ഞത് അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല, നമ്മൾ എക്സസൈസ് ചെയ്യുക, പിന്നെ കട്ടിയുള്ള പണിയൊക്കെ ചെയ്യാതിരിക്കുക, അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ പപ്പായുടെ പണി എന്ന് പറയുന്നത് കല്ലിൻ്റെ പണിയാണ്, അപ്പോൾ കട്ടിയുള്ള പണിയാണ്. അപ്പോൾ അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഇതുവരെയും പിന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 10 മാസത്തോളമായി ഇതുവരെയും ഇയർ ബാലൻസിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ട് പപ്പായ്ക്ക് തലകറക്കം വന്നിട്ടില്ല. പിന്നെ രണ്ടാമത് എനിക്ക് കിട്ടിയതെന്ന് പറയുന്നത്, എനിക്ക് ഇറ്റലിക്കുള്ള വിസയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം 2022 ജനുവരിയിൽ എൻ്റെ കല്യാണം നിശ്ചയിച്ച് അത് രജിസ്റ്റർ ചെയ്തായിരുന്നു. അപ്പം ഇറ്റലിക്ക് പേപ്പർ വർക്ക് ഡിലേ വരും, അതുകൊണ്ട് നേരത്തെ രജിസ്റ്റർ ചെയ്തായിരുന്നു. പക്ഷേ സെപ്റ്റംബറൊക്കെ ആയപ്പോഴത്തേക്കിനും അവിടെ കൊടുത്ത പേപ്പർ റിജക്റ്റായി. എന്തോ വീടിൻ്റെ എന്തോ പേപ്പറിന് കംപ്ലൈൻ്റ് ഉണ്ടെന്നും പറഞ്ഞ് അതവർ റിജക്റ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ കൃപാസനം കേൾക്കും, സാക്ഷ്യങ്ങളൊക്കെ കാണാറുണ്ട്. എങ്കിലും എനിക്ക് വലിയൊരു വിശ്വാസം അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് പരിചയമുള്ള ആരുടെയും സാക്ഷ്യം ഞാൻ കേട്ടിട്ടില്ല. എനിക്കറിയാത്ത ആൾക്കാരൊക്കെയാണ് സാക്ഷ്യം പറയുന്നത്. അപ്പം ഞാൻ ഓർത്തു, ഇതൊക്കെ നമ്മളെങ്ങനെ വിശ്വസിക്കും? കാരണം എനിക്കറിയാവുന്ന ഒത്തിരി പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്, പക്ഷേ സാക്ഷിയൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് അറിയാവുന്ന ആരുടെയും ഒരു സാക്ഷ്യം ഒന്ന് കേൾക്കാൻ പറ്റണേന്ന്. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വിപിൻ എന്ന് പറയുന്നൊരു കൊച്ച്, അവൻ്റെ സാക്ഷ്യം ഞാനിങ്ങനെ കേൾക്കാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവന് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച് അവനോട് ഇങ്ങനെ ചോദിച്ചു, ഇവിടുത്തെ കാര്യങ്ങളും അവന് കിട്ടിയ അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ കൂടുതലായിട്ട് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി. അപ്പം തൊട്ട് എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്നുള്ളൊരാഗ്രഹം കൂടുതലായിട്ട് എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ പിന്നെ ഡിസംബറിൽ എൻ്റെ കല്യാണവും തിരക്കുമൊക്കെ ആയി. അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്ന വീട്ടിലാണേലും അവിടുത്തെ മമ്മിക്ക് കൃപാസനത്തിൽ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ പോയി ഒരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്ക് കൂടുതൽ ഉറപ്പായി, മാതാവിനെ ഞാനിവിടെ വരണമെന്നും ഉടമ്പടി എടുക്കണമെന്നും ഉള്ളൊരു ആഗ്രഹമുണ്ട്, അതെന്നെ അറിയിക്കുന്നതാണെന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടി. അങ്ങനെ ഫെബ്രുവരി 8-ാം തീയതി ആയപ്പം ഞാനും എൻ്റെ പപ്പായും കൂടെ ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഇറ്റലിയിൽ ആദ്യം റിജക്റ്റായ ആ പേപ്പർ എനിക്ക് അപ്രൂവായി കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഉടമ്പടി ഒന്ന് പുതുക്കി, അത് കാലാവധി ആകുന്ന ആ സമയമായപ്പം എനിക്ക് അവിടുത്തെ നുർലോസ്ത എന്നുള്ള പേപ്പർ കിട്ടി. അങ്ങനെ ഞാൻ 2ാമത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോഴത്തേക്കിനും ഇങ്ങനെ കൗൺസിലർ പറയുന്നത് കേട്ടു, നമ്മൾ 4 തവണ പുതുക്കി കഴിയുമ്പോഴത്തേക്കിനും നിർബന്ധമായിട്ട് സാക്ഷ്യം പറയണം. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, 4 തവണയൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് 3ാമത് ഞാനിവിടെ പുതുക്കാൻ വരുമ്പോഴത്തേക്കിനും എനിക്ക് സാക്ഷ്യം പറയണമെന്ന് ഒരാഗ്രഹം ഞാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പം ഞാനിവിടെ 3ാമത്തെ പുതുക്കലിനാണ് വന്നത്. അപ്പോഴേക്കും എനിക്ക് ഡിസംബർ 28 ആയപ്പോഴത്തേക്കിനും എനിക്കെൻ്റെ വിസ അടിച്ച് അവർ അയച്ചു തന്ന് ജനുവരി 1 ന്യൂ ഇയറിൻ്റെ അന്ന് എനിക്കെൻ്റെ വിസ കൈ കിട്ടി. അപ്പോൾ വിസയ്ക്ക് കൊടുത്തപ്പോഴും ഏജൻസിക്കാർ പറഞ്ഞ് 3 മാസം താമസമുണ്ട്. ഞാൻ നവംബർ ലാസ്റ്റാണ് കൊടുത്തത്. അപ്പോൾ അവർ പറഞ്ഞു 3 മാസം ഇപ്പോൾ ഡിലേ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കെൻ്റെ മാതാവ് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്കെൻ്റെ വിസ ഓക്കെ ആക്കി തന്നു. അതുപോലെ ഈ ഉടമ്പടി സമയത്ത് തന്നെ എൻ്റെ മമ്മിക്ക് ഒരു മേലായിക വന്നു, ഈ തലയ്ക്കകത്തൊരു വേദന, ഈ ചിറ്റിയോണ്ടിടിക്കുന്ന പോലെ വേദനയാണെന്നാണ് മമ്മി പറയുന്നത്. ആ വേദന വരുമ്പം ഭയങ്കരമായിട്ട് കിടന്ന് പൊളയും, ഭയങ്കരമായിട്ട് വേർത്തൊഴുകി വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ല എന്നാ പറ്റിയ. കാരിത്താസിൽ കൊണ്ട് കാണിച്ച് പല ചെക്കപ്പും ചെയ്ത് നോക്കി, ഹാർട്ടിൻ്റെ പ്രശ്നമല്ല, ഗ്യാസിൻ്റെ ചെക്ക് ചെയ്തു, അങ്ങനെ പലതും അവർ ചെക്ക് ചെയ്തു. അവർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവർ പറയുന്നത് ചിലപ്പോൾ ടെൻഷൻ്റെ ആയിരിക്കും, പക്ഷേ ടെൻഷൻ അടിക്കാൻ ഒരു കാരണവും ഇല്ല. അപ്പോൾ ഞങ്ങൾ ഓർത്തുനിന്ന് ഇൻഡോമേരിക്കയെ കൊണ്ട് കാണിക്കാം, ഞരമ്പിൻ്റെ ഇനിയൊന്ന് ചെക്ക് ചെയ്യാനായിട്ട്. പക്ഷെ അവിടെ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം മമ്മിക്ക് കൊടുക്കുകയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചു. എന്താണേലും ഇൻഡോമേരിക്കയിലൊന്നും പോകേണ്ടി വന്നില്ല. മമ്മിയുടെ ആ മേലായിക മാറിക്കിട്ടി. പിന്നെ ഇതുവരെ മമ്മിക്ക് ആ ഒരു മേലായിക വന്നിട്ടില്ല. വിസയ്ക്ക് കൊടുത്തപ്പോഴാണേലും ഞാൻ എൻ്റെ വിസയുടെ ഡോക്യുമെൻസിൻ്റെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉപ്പിട്ട് തൂക്കുകയും അതുപോലെ തന്നെ പച്ച ഫയലിനകത്ത് വെച്ച് കൊടുക്കുകയൊക്കെയാണ് ചെയ്തത്. പിന്നെ ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത്, അഗതി മന്ദിരങ്ങളിലൊക്കെ പോയി അവിടെയുള്ളവർക്ക് വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും അതുപോലെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായമൊക്കെ നൽകുമായിരുന്നു.
പിന്നെ എല്ലാ ദിവസവും തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ജപമാല ചൊല്ലുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യും. കൃപാസനപത്രം ഇവിടുന്ന് വാങ്ങി അത് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ഞങ്ങൾ കവലകളിലും ബസ് സ്റ്റാൻഡുകളിലും കടകളിലും ഓട്ടോക്കാർക്കൊക്കെ ആയിട്ട് ഒരു മൂന്നാല് കെട്ട് പത്രം ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. അത് കൊടുത്ത് തീർത്തിട്ടാണ് വീട്ടിൽ ചെല്ലുന്നത്. അതുപോലെ പലരും ഇങ്ങനെ നേർച്ച വസ്തുക്കളൊക്കെ കൊണ്ട് തരണമെന്ന് പറയും. അപ്പോൾ അവർക്കൊക്കെ ഇവിടുന്ന് നേർച്ച വസ്തുക്കൾ വാങ്ങിക്കൊണ്ട് കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്ന അമ്മമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഉടമ്പടിക്ക് മുമ്പ് നമ്മളിപ്പോൾ ഞായറാഴ്ചയൊക്കെ പള്ളിയിൽ പോകും. ബൈബിൾ വായനയൊന്നും അങ്ങനെ കാര്യമായിട്ടില്ലായിരുന്നു. കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടെങ്കിൽ കുടുംബ പ്രാർത്ഥന അങ്ങ് ഒഴിവാക്കും. പക്ഷെ ഇപ്പം അതെല്ലാം മാറി. ഇപ്പോൾ ദിവസങ്ങളിലും എല്ലാ ദിവസവും മാക്സിമം പറ്റുന്ന അത്രയും ദിവസം പള്ളിയിൽ പോകും. പള്ളിയിൽ പാട്ട് പാടാൻ കയറും. ഫസ്റ്റൊക്കെ എനിക്ക് പാട്ട് പാടാൻ കയറാൻ ഭയങ്കര പേടിയായിരുന്നു. ഒറ്റയ്ക്ക് ഞാൻ കയറത്തില്ലായിരുന്നു. അതിനെൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് എൻ്റെ അച്ഛനാണേലും പറയും അവൾ ഒറ്റയ്ക്ക് പാട്ട് പാടത്തില്ലെന്ന് പറയും. പക്ഷെ ഇപ്പം എനിക്കൊരു ധൈര്യമുണ്ട്, എൻ്റെ ഉള്ളിലൊരു ധൈര്യമുണ്ട്. പിന്നെ ജപമാലയാണേലും വ്യക്തിപരമായ പ്രാർത്ഥനയാണേലും ഇപ്പോഴാണ് എനിക്ക് കൂടുതൽ അങ്ങനെയൊക്കെ ഉള്ളത്. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. പുറപ്പാട് 20-ാം അധ്യായം 24-ാം തിരുവചനമാണ്. അതായത് മരുഭൂമിയിൽ മേഘത്തണലായി നിൽക്കാനും ആകാശത്ത് നിന്ന് അജ്ഞാതമായ അപ്പം വർഷിക്കാനും ജോർദാൻ നദി വറ്റിച്ച് തൻ്റെ ആശ്രിതരെ അക്കരെ കടത്താനുമൊക്കെ താൻ കൂടെയുണ്ടാകും. ആ ഒരു വാഗ്ദാനം അത് ഉടമ്പടിയുടേത് മാത്രമാണ്. ആ വാഗ്ദാനം എന്നും ഈശോ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് വർഷങ്ങളായിട്ടുള്ള ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലമുള്ള ഈ മകന് എങ്ങനെ ആ തലകറക്കമൊക്കെ മാറുന്നു? അതായത് കട്ടിയുള്ള പണിയൊന്നും ചെയ്യരുത്, എന്നാൽ അങ്ങനെയുള്ള പണിയാണ് ഈ മകളുടെ പപ്പ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് യാതൊരു രീതിയിലും ഇനി മാറില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അതൊക്കെ പരിപൂർണമായിട്ട് മാറുന്നു എന്നാണ് നാം കേട്ടത്. ഇപ്പോൾ മാസങ്ങളായി അങ്ങനെയൊരു അസ്വസ്ഥതകളേ ഇല്ല. തൻ്റെ മമ്മിക്ക് കിട്ടിയ രോഗസൗഖ്യം, ഈ മകളുടെ തന്നെ വിസ പ്രോസസ്സിങ്ങിലൊക്കെ ഉണ്ടായിരുന്ന കാലതാമസം 3 മാസം എന്ന് പറയുന്നത് 1.5 മാസത്തിനുള്ളിൽ തന്നെ അതെല്ലാം ശരിയാകുന്നു. പിന്നീട് ഉടമ്പടി എടുത്ത ഉടനെ തന്നെ എങ്ങനെയാണ് റിജക്റ്റായ ഒരു പേപ്പർ പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ആകുന്നത്? ഉടമ്പടിക്ക് മുമ്പുള്ള ഒരു ജീവിതം എന്ത്, ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെ? തീർച്ചയായും കൂദാശപരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് കത്തോലിക്കരായ എല്ലാവരെയും പ്രാപ്തരാക്കുന്നതാണ് ഉടമ്പടി. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് തങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പലതും ഇതൊരു നാമമാത്ര കത്തോലിക്കരുടെ ഒരു രീതിയാണല്ലോ ഞാൻ ചെയ്തിരുന്നത് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നു എന്ന് എത്രയോ സാക്ഷ്യങ്ങളിലാണ് ഓരോരുത്തരും പറയുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഇന്നിപ്പോൾ മറ്റാർക്കും വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടല്ല, എന്നാൽ ഈശോയ്ക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുക. അതാണ് ബഹുമാനപ്പെട്ട BP ജോസഫ് അച്ഛനും പറയുക. ദൈവത്തിന് വേണ്ടി മാത്രം സ്നേഹിക്കുക. നമുക്കൊന്നും വേണ്ടി ആ ഒരു അവസ്ഥയിലേക്ക് നാം വളരുമ്പോഴാണ് ഉടമ്പടി ജീവിതം നമ്മെ നിത്യതയിലേക്ക് അടുപ്പിക്കുക. നമുക്ക് അങ്ങനെയാണ് കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ച് കൂടുതൽ ദൈവാനുഗ്രഹപ്രദമായ വ്യക്തികളായി നമ്മുടെ ജീവിതത്തിലും ചുറ്റുപാടുകളിലുമൊക്കെ നമുക്ക് മാറുവാൻ കഴിയുക. നമുക്ക് ഈ കുടുംബത്തിന് കിട്ടിയ കൃപകൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.